ഓക്കെ വൈഷ്ണവി, അടുത്ത 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അവൾ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ചോദിക്കുക? She had drunk coffee. ഓർക്കന്നെ, കോൺഫിഡൻസി പറഞ്ഞു. She had drunk coffee. She had drunk coffee. അപ്പൊ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഹാഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. പാസ്റ്റ് ടെൻസിലാണ്, V3 ഫോം ആണ്. ഈ ഹാസ് ഹാവ് ഹാഡിലെ പാസ്റ്റ് ടെൻസ് ഏതാണ്? ഹാഡ് ആണ്. അപ്പം ഹാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് വേർബ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ഫോമിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കുക എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? കുടിക്കുക. ആ പറഞ്ഞോ. അല്ല, കുടിക്കുക. ഡ്രിങ്ക്. പേടിച്ചിട്ടായിരിക്കും. ഡ്രിങ്ക് എന്ന് കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക് പറയും. അതിന്റെ പാസ്റ്റ് ടെൻസ് ഡ്രാങ്ക് ആണ്. ഇവിടെ V3 ഫോം വരുമ്പോഴത്തേനും ഡ്രങ്ക് ആയി. അതുകൊണ്ടാണ് ആള് ഷീ ഹാഡ് ഡ്രങ്ക് കോഫി എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അടുത്തത്, അവര് സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ പറയാ? They had gone for a movie. They had gone for a movie ആണ്. അപ്പൊ go, went, പിന്നെ gone വരും. ഓക്കെ. അടുത്തത്, റിയ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ പറയാം? Ria had eaten an ice cream. Yeah, Ria had eaten an ice cream. Okay, so eat, ate, eaten ആണ് വരിക. ആൻഡ് ദ ലാസ്റ്റ് വൺ, മനു അവന്റെ ഐഡിയാസ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ വൈഷ്ണവി പറയണ്ട, ഇത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എങ്ങനെ ഇംഗ്ലീഷ് പറയാന്നുള്ളത് കേട്ടോ. സോ ബൈ.